പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പില്ല എന്ന വാർത്തകളാണ് ഈ നിമിഷം പുറത്തുവരുന്നത്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പില്ല. സ്റ്റിയറിംഗ് കമ്മിറ്റിയിലാണ് തീരുമാനം. 21 അംഗ പ്രവർത്തകരെ സമിതിയിൽ മുഴുവൻ പേരെയും നാമനിർദ്ദേശം ചെയ്യുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആന്റണി ജസ്റ്റ് ജോർജ് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ആന്റണി, പ്രധാനമായും സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിക്കും എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വേണോ അല്ലെങ്കിൽ നാമനിർദ്ദേശ രീതിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിക്കും. ഇപ്പോൾ തീരുമാനം വന്നിരിക്കുകയാണ്, തെരഞ്ഞെടുപ്പ് വേണ്ട, നാമനിർദ്ദേശം തന്നെ മതി എന്ന്. ദേശീയ നേതൃത്വത്തിന്റെ ഒരു നിലപാടിനോട് യോജിക്കുന്ന തീരുമാനം തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വന്നിരിക്കുന്നു, അല്ലേ? ഗീസ്, ഇപ്പോൾ ആ തീരുമാനമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ രാവിലെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന ഒരു നിലപാടാണ് അദ്ദേഹം ഈ പൊതുവെ യോഗത്തിൽ ഉയർന്നത്. പക്ഷേ ചില അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പി ചിദംബരം ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ ഇക്കാര്യം ഉന്നയിച്ചുവെങ്കിലും പൊതുവായ ഒരു ധാരണ നാമനിർദ്ദേശത്തിലൂടെ മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. കാരണം ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഏതാണ്ട് 9 സംസ്ഥാനങ്ങളിൽ, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കാനിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ചിലപ്പോൾ അത് ചില ഭിന്നതകളിലേക്കൊക്കെ പോകും. പാർട്ടിയുടെ കെട്ടുറപ്പിനെയൊക്കെ ബാധിക്കാനുള്ളൊരു സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ യോഗം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ എല്ലാവർക്കും അവസരം നൽകിയിരുന്നു എന്താണ് അഭിപ്രായം പറയുക എന്ന് പറയാൻ വേണ്ടി മല്ലികാർജ്ജുൻ ഖാർഗെ. അപ്പോൾ ചില അംഗങ്ങൾ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു. പക്ഷേ ഭൂരിഭാഗം പേരും തെരഞ്ഞെടുപ്പ് വേണ്ട എന്നുള്ളത് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അപ്പോൾ ഈ 25 അംഗ കമ്മിറ്റിയാണ് നിലവിൽ, പ്രവർത്തക സമിതിയാണ് നിലവിലുള്ളത്. അതിൽ 11 പേരെയാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. ഇപ്പോൾ ആ പദവികളിൽ 11 പേരിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ആ സ്ഥാനങ്ങളിലേക്ക് കൂടി ഇപ്പോൾ നാമനിർദ്ദേശം ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അത് കുറച്ചുകൂടി സമയമെടുക്കുന്ന ഒരു പ്രക്രിയയായി മാറാൻ സാധ്യതയുണ്ട്. കാരണം അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഈ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് പ്രവർത്തക സമിതിയിലേക്ക്. അപ്പോൾ സ്വാഭാവികമായും ഇത്രയും അംഗങ്ങളെ അതിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതിന് ഏതാണ്ട് 1 മാസത്തോളം ഒരു കാലാവധി എടുക്കും എന്നുള്ള ഒരു കാര്യവും കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു സാഹചര്യവും, ശശി തരൂരിന്റെ കാര്യം, ഇപ്പോൾ ഈ നാമനിർദ്ദേശത്തിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ അതിൽ രാഹുൽ ഗാന്ധി ഈ ശശി തരൂരിനെ ഏത് വിധത്തിലായിരിക്കും ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു ചോദ്യവും കൂടിയുണ്ട്. അദ്ദേഹത്തെ പ്രത്യേക ക്ഷണിതാവാക്കുന്ന കാര്യമൊക്കെ പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ ഇനി ഒരു ചർച്ച നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്ലീനറി സമ്മേളനത്തിൽ ഉണ്ടാവില്ല പ്രവർത്തക സമിതിയിലേക്ക് എന്നുള്ളൊരു കാര്യം ഉറപ്പായിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം മറ്റൊരു കാര്യം, ഈ യോഗത്തിൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ പങ്കെടുത്തില്ല. കാരണം അവർ പങ്കെടുക്കാതിരുന്നത് ഈ ഏതെങ്കിലും തരത്തിൽ ഈ പ്രവർത്തക സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പ്രവർത്തക സമിതിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ അത് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതില്ല എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് പൂർണ്ണമായും ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുക എന്നുള്ള ഒരു നിലപാടിന്റെ ഭാഗമായാണ് അവർ 3 പേരും ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്. ഏതായാലും വൈകുന്നേരം നടക്കുന്ന സബ്ജക്ട് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കുമെന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ പ്ലീനറി സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. ഏതായാലും ഇപ്പോൾ പാർട്ടിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ ചർച്ചയായിരുന്ന ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. നാമനിർദ്ദേശം എന്ന തീരുമാനത്തിൽ മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ, ഈ പ്രവർത്തക സമിതിയിലേക്ക് നാമനിർദ്ദേശവുമായി മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി നേതാക്കളുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട എന്തായിരിക്കും എന്നുള്ളതും കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ ഈ തീരുമാനത്തോടെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതും ഏറെ നിർണായകമാണ്. ഗീസ്, വ്യക്തമാണ്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. തീരുമാനം സ്റ്റിയറിംഗ് കമ്മിറ്റിയുടേതാണ്. 21 അംഗ പ്രവർത്തക സമിതിയിൽ മുഴുവൻ പേരെയും നാമനിർദ്ദേശം ചെയ്യും എന്നാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിന്റെ ചുമതല മല്ലികാർജ്ജുൻ ഖാർഗെ പാർട്ടി അധ്യക്ഷന് തന്നെ നൽകിയിരിക്കുകയാണ്. ആന്റണി ജസ്റ്റ് ജോർജാണ് വിശദാംശങ്ങൾ നൽകിയത്.